വയനാടിനു വേണ്ടി പ്രാർത്ഥിച്ച് മാർപ്പാപ്പ വത്തിക്കാൻ ചത്വരത്തിൽ നടന്ന ത്രികാല പ്രാർത്ഥനയിൽ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഓർമ്മിച്ചത്. ജീവൻ നഷ്ടപ്പെട്ടവർക്കായും നഷ്ടങ്ങളുണ്ടായവർക്കായും പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. Vi invito a unirvi alla mia preghiera per coloro che hanno perso la vita e per tutte le persone provate da così devastante calamità. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വസതിയിലെത്തി സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര ഏജൻസികൾ വയനാട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധിപ്പിച്ചെന്ന് ജോർജ് കുര്യൻ വ്യക്തമാക്കി. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന് കാരണം ക്വാറികളുടെ പ്രവർത്തനമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സമീപ ജില്ലകളിലെ ക്വാറികളുടെ പ്രവർത്തനമാണ് ദുരന്തത്തിന്റെ മുഖ്യ കാരണം. പാറ പൊട്ടുമ്പോഴുണ്ടാകുന്ന ഉഗ്രശബ്ദം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ക്വാറികളെപ്പറ്റിയായിരുന്നു മന്ത്രിയുടെ പരാമർശം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ രേഖകൾ ലഭ്യമാക്കുന്നതിന് നടപടി. SSLC+2 സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ വിവരങ്ങൾ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനെ രേഖാമൂലം അറിയിക്കാം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ കാര്യാലയം എന്നിവിടങ്ങളിലും അറിയിക്കാം. ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. ഫിലിംഫെയർ അവാർഡ് ദാന ചടങ്ങിൽ വയനാടിന് സഹായം അഭ്യർത്ഥിച്ച് നടൻ മമ്മൂട്ടി. ഇതെന്റെ 15ാമത്തെ ഫിലിംഫെയർ അവാർഡാണെന്ന് പറഞ്ഞു തുടങ്ങിയ മമ്മൂട്ടി നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ സംവിധായകനും അണിയറ പ്രവർത്തകർക്കും സഹനടീനടന്മാർക്കും നന്ദി പറയുന്നുണ്ട്. എന്നാൽ അവാർഡ് നേട്ടം തന്നെ സന്തോഷിപ്പിക്കുന്നില്ലെന്നും വയനാടിന്റെ വേദനയാണ് മനസ്സിലെന്നും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഈ നിമിഷം ഓർക്കുന്നുവെന്നും ജീവനും ഉപജീവനും നഷ്ടപ്പെട്ടവർക്കൊപ്പമാണെന്നും മമ്മൂട്ടി പറയുന്നു. This is supposed to be a very happy moment for me, but I'm not very happy because I've been sad about the suffering of my people in Wayanad. Those who lost their lives, belongings and beloveds. I remember them this moment. I wish everybody should support them to bring back their lives, come back to their lives and support them. എല്ലാവരും വയനാടിനെ സഹായിക്കണമെന്നും മമ്മൂട്ടി അഭ്യർത്ഥിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനായി മമ്മൂട്ടിയുടെ 20 ലക്ഷവും ദുൽഖറിന്റെ 15 ലക്ഷവും ചേർത്ത് 35 ലക്ഷം മന്ത്രി പി രാജീവിന് കൈമാറിയിരുന്നു. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച അഭിനേതാവിനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടി നേടിയത്. ഹൈദരാബാദിലാണ് ഫിലിംഫെയർ സൗത്ത് അവാർഡ് 2024 ചടങ്ങ് നടന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വിവരശേഖരണവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഉരുൾപൊട്ടൽ ബാധിച്ചത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ. മേഖലയിൽ 1721 വീടുകളിലായി 4833 പേർ ഉണ്ടായിരുന്നതായി കണക്ക്. 10ാം വാർഡായ അട്ടമലയിൽ 601 കുടുംബങ്ങളിലായി 1424 പേർ താമസിച്ചിരുന്നു. 11ാം വാർഡായ മുണ്ടക്കൈയിൽ 451 കുടുംബങ്ങളിലെ 1247 പേർ. 12ാം വാർഡായ ചൂരൽമലയിൽ 671 കുടുംബങ്ങളിലെ 2162 പേരും താമസിച്ചിരുന്നതായി കണക്ക്.